ഹായ് ഹലോ. ഇന്ന് ഞാൻ വന്നതേ ഒരു സങ്കടകരമായ ഒരു വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഞാൻ ചാനൽ തുടങ്ങിയിട്ട് ഒരു 5 വർഷം കഴിഞ്ഞിട്ടുണ്ട്. 2019 സ്റ്റാർട്ട് ചെയ്തത് ചാനൽ. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു വർഷം ആയപ്പോഴേക്കും നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചെറിയ തോതിൽ ഞാൻ വല്ലപ്പോഴോ വീഡിയോ ഇടാറുള്ളായിരുന്നു, സ്ഥിരമായിട്ടൊന്നും ഇടാറില്ലായിരുന്നു. ആ ഇടുന്ന വീഡിയോയ്ക്ക് കുഴപ്പമില്ലാത്ത വ്യൂസ് ഉണ്ടായിരുന്നു, പിന്നെ അത്യാവശ്യം ഡോളറൊക്കെ കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്രയും വർഷത്തിനകത്ത്, അതായത് ഈ 5 വർഷത്തിനകത്ത് എനിക്കിതുവരെയും ഒരു പൈസ പോലും അതിൽ നിന്ന് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. കാരണം നിങ്ങൾക്കറിയാമല്ലോ, $100 ആയാൽ മാത്രമേ നമുക്കത് എടുക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, ഈ 5 വർഷം കൊണ്ട് ഇപ്പം എനിക്ക് $94 ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ 7 മാസം ആയതുകൊണ്ട്, ഞാൻ ആക്റ്റീവ് അല്ലാതെ ഇരുന്നത് കൊണ്ട് അവരെൻ്റെ മോണിറ്റൈസേഷൻ കട്ടാക്കി വെച്ചേക്കാണ്, അതായത് ഹോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അതിന് കിട്ടുമോ ഇല്ലേ എന്നുള്ള കറക്റ്റ് എനിക്കറിയില്ല. അപ്പം ഞാൻ എന്താ പറയുക, ഇത്രയും കഷ്ടപ്പെട്ട് നമ്മൾ ചാനൽ തുടങ്ങി ഈ 5 വർഷത്തിനകത്ത് ഒറ്റ പ്രാവശ്യം പോലും നമുക്കതിൽ നിന്ന് ഒരു $100 ആക്കിയിട്ട് അത് നമുക്ക് എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ഇനി വളരെ തുച്ഛമായ, അതായത് $6 ഇനി കുറവുള്ളൂ. അപ്പോൾ അത് എത്രയും വേഗം ആക്കി കഴിഞ്ഞാൽ എനിക്കത് എടുക്കാമല്ലോ, അങ്ങനെ സന്തോഷത്തിലായിരുന്നു. അപ്പോൾ എനിക്ക് ഈ യൂട്യൂബ്, നമ്മൾ ചാനലൊക്കെ തുടങ്ങി വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുന്നു എന്നല്ലാതെ ഈ യൂട്യൂബിനെ കുറിച്ച് വലിയ അറിവും കാര്യങ്ങളും ഒന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ കരുതിയത് നമ്മൾ മോണിറ്റൈസ്ഡ് ആവുന്നത് വരെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ടൊക്കെ വീഡിയോ ഇട്ട് കഴിഞ്ഞ് നമുക്ക് മോണിറ്റൈസേഷനൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എപ്പോഴും വീഡിയോ ഇട്ടില്ലെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ വീഡിയോ ഇടുന്നതിന് മാത്രം ഏണിങ്സേ നമുക്ക് കിട്ടുള്ളൂ, അങ്ങനെ മാത്രമേ എനിക്കറിയാവുള്ളായിരുന്നു. നമ്മൾ ഇടാതിരുന്നാൽ വീണ്ടും ഈ മോണിറ്റൈസേഷൻ കട്ടായി പോകുമെന്നോ, അല്ലാന്നുണ്ടെങ്കിൽ ഈ വാച്ചവറും കാര്യങ്ങളും കുറഞ്ഞു പോകുമോയെന്നോ അങ്ങനെയുള്ള ഒന്നും എനിക്കറിയില്ലായിരുന്നു. അപ്പോൾ വീഡിയോ ഇട്ടാൽ മാത്രമേ ഏണിങ്സ് കയറത്തുള്ളൂ, ഇട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, എന്നെങ്കിലും വീഡിയോ ഇടുന്ന സമയത്ത് ഏണിങ്സ്, അതായത് $100 ആകുമ്പോൾ മാത്രം എടുത്താൽ മതി എന്നുള്ളത് മാത്രമേ എനിക്ക് അറിയാവുള്ളായിരുന്നു. ഇപ്പം പെട്ടെന്ന് ചാനലിലേക്ക് കയറി നോക്കുമ്പോൾ ഉണ്ട് ഇതുപോലെ എന്ന് നോക്കിയാലും ഈ 94 സംതിങ് എന്ന് പറഞ്ഞാൽ ആ ഡോളർ മാത്രമേ അതിൽ കാണിക്കുന്നുള്ളൂ. അതിന് പ്രത്യേകിച്ചൊരു മാറ്റം വരുന്നില്ല. അങ്ങനെ ഇരുന്നപ്പോൾ എന്നാൽ അത്യാവശ്യം വ്യൂസ് ഡെയിലി ഉണ്ട് ചാനലിന്, ഒരുപാടുണ്ടെന്നല്ല, എന്നാലും 100 പേരായിക്കോട്ടെ, അത്രയുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം. അപ്പോൾ അതിൻ്റെങ്കിലും ചെറിയ ഏണിങ്സ് കയറണമല്ലോ. അങ്ങനെ നോക്കുമ്പം ഒന്നിലും മാറ്റമില്ല. അപ്പോൾ ആഡ്സെൻസിൽ കയറി നോക്കുമ്പോൾ ഈ 94 സംതിങ് ഡോളർ അവിടെ കാണിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ YT സ്റ്റുഡിയോ ഓപ്പൺ ആക്കി കഴിയുമ്പോൾ അതിനകത്ത് ഒന്നും കാണിക്കുന്നില്ല. പകരം നമ്മുടെ ഡോളറിൻ്റെ ഐക്കണിൽ പോകുന്ന സമയത്ത് അവിടെ കാണിക്കുന്നത്, ഞാൻ ഇതിനകത്ത് സ്ക്രീൻഷോട്ട് ഇട്ടേക്കാം. ഇത് കണ്ടില്ലേ, ഇതാണ് നമ്മുടെ ആഡ്സെൻസിൽ കാണിച്ചിരിക്കുന്ന 94 സംതിങ് ഡോളർ കിടക്കുന്നത്. ഇപ്പോൾ നമ്മൾ യൂട്യൂബിൽ YT സ്റ്റുഡിയോയിൽ പോയിട്ട് ചെക്ക് ചെയ്യുമ്പം ഇങ്ങനെയാണ് കാണിക്കുന്നത്. കണ്ടോ, വാച്ച് അവർ 709 പബ്ലിക് വാച്ച് അവറും അതുപോലെ 418 ഷോർട്സിൻ്റെ വ്യൂസുമാണ് കാണിക്കുന്നത്. അത് 4000 മണിക്കൂർ വാച്ച് അവർ ഇനി ആക്കണം. അതുപോലെ തന്നെ 100 ലാക്ക് ഷോർട്സ് വ്യൂസിനെ ആയിക്കഴിഞ്ഞാൽ മാത്രമേ ഇനി ഒന്നേന്ന് നമ്മുടെ ചാനൽ മോണിറ്റൈസ്ഡ് ആവത്തുള്ളൂ. അതായത് നമ്മൾ ഒരു ചാനൽ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണോ ഫസ്റ്റ് മുതൽ നമ്മൾ മോണിറ്റൈസേഷന് വേണ്ടിയിട്ട് എങ്ങനെയാണോ നമ്മൾ തയ്യാറെടുക്കുന്നത്, അതുപോലെ തന്നെ നമ്മൾ ഒന്നേന്ന് ഈ പറഞ്ഞ 4000 മണിക്കൂറും ആക്കിയെടുക്കണം. അതുപോലെ സബ്സ്ക്രൈബ് മാത്രം നമുക്ക് കിടക്കുന്നത് ഒന്നും ആയിട്ടില്ല, അതായത് അതേപോലെ തന്നെ ഉണ്ട്. പക്ഷെ വാച്ച് അവറും വ്യൂസൊക്കെ നമുക്ക് ഇനി ഒന്നേന്ന് കംപ്ലീറ്റ് ചെയ്താൽ മാത്രമേ ഒരു പക്ഷേ നമ്മൾ ആ ഹോൾഡ് ചെയ്ത് വെച്ചേക്കുന്ന ഏണിങ്സിന് കിട്ടുമോ ഇല്ലെന്ന് എനിക്ക് ഉറപ്പില്ല. ചിലപ്പോൾ കിട്ടുമായിരിക്കാം, ഇല്ലയെന്നുണ്ടെങ്കിൽ ഇനി ആദ്യം മുതൽ ഒന്നേന്ന് ഡോളറിന് തുടങ്ങി നമ്മൾ ചെയ്യേണ്ടി വരും. അപ്പം ഞാനിത് പറയാൻ കാരണം, നിങ്ങൾ ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്തത് കൊണ്ടാണ്. ഞാൻ ഇത്രയെങ്കിലും ഈ 5 വർഷം കൊണ്ടാണെങ്കിൽ പോലും എൻ്റെ തെറ്റ് തന്നെയാണ്. കാരണം ഞാൻ വീഡിയോസ് കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്യാറില്ലായിരുന്നു. അപ്പം ഞാൻ ഇടുന്ന വീഡിയോസിന് നിങ്ങൾ അത്യാവശ്യം വന്ന് കണ്ട് സഹകരിക്കുന്നുണ്ടായിരുന്നു. അപ്പം നിങ്ങളോട് എന്തായാലും ഇതിൻ്റെ കാര്യം പറയണമെന്ന് തോന്നി.
അപ്പം നിങ്ങൾ ദയവായിട്ട് എല്ലാവരും പഴയ പോലെ എങ്ങനെയാണോ സപ്പോർട്ട് ചെയ്തത് അതുപോലെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. കാരണം നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ, ഞാൻ ഇനിയിപ്പോൾ ഒന്നേന്ന് തുടങ്ങിയാൽ മാത്രമേ നിങ്ങൾ അന്ന് എനിക്ക് സപ്പോർട്ട് ചെയ്തതിന് പോലും ഒരു ഉപയോഗത്തിൽ എത്തത്തുള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഞാനിടുന്ന വീഡിയോസുകളൊക്കെ മുടങ്ങാതെ കാണണം. ഞാൻ അത്യാവശ്യം പറ്റുന്ന രീതിയിലൊക്കെ ഇനി വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. അപ്പോൾ ഇതുവരെയും നമ്മുടെ ചാനൽ കാണാത്തവർ ഇന്നിപ്പോൾ ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളും കൂടി എന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേക്കാൾ. നിങ്ങളെ എല്ലാവരെയും സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് പഴയ പോലെ തന്നെ ചാനലൊന്ന് മോണിറ്റൈസ്ഡ് ആക്കി എടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ശരി, വീണ്ടും കാണാം.